മോർണിംഗ്. അപ്പം വെൽക്കം ടു മൈ അമ്മാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മന്ദതയാണ്, കുറച്ചേരം ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് ബാധ കയറിയ പോലെ അമ്മക്ക് എന്നോട് സ്നേഹം തോന്നിയാൽ ഇതുപോലെ എന്നെ ബെഡിലിട്ട് ഉരുട്ടും. ഞാനാണെങ്കിൽ ഇങ്ങനെ കിടക്കും, ചത്ത പോലെ കിടന്നേക്കുമെന്ന ഭാവത്തിൽ. എന്നാലെങ്കിലും പെട്ടെന്ന് പോയിരിക്കും. വിശന്ന് കടലിൽ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഒരു ചിക്കൻ്റെ മണമല്ല വരുന്നത്. എൻ്റെ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ ചിക്കൻ പാർട്സും ബ്രെഡും കൊണ്ടു തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുമ്പിയൊക്കെ നിറച്ച് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ഇൻസ്പെക്ഷന്. അപ്പുറത്തെ വീട്ടിലെ വെള്ളപ്പൂച്ച അപ്പം ഇന്നും എൻ്റെ വീട്ടിൽ കയറി. ഞാൻ എടുത്തോളാം. പിന്നെ ഇടയ്ക്ക് ഞാൻ മണിച്ചിത്രത്തായിലെ മാടമ്പള്ളിയിലെ മനോരോഗമായി മാറും, അറ്റൻഷൻ കിട്ടാൻ. എന്നാൽ അത് കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ എണീറ്റ് പോകും. പിന്നെ പാല് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മ അതേ പാല് കൊണ്ടുവരുന്നു. അങ്ങനെ പാലൊക്കെ കുടിച്ച് ഞാൻ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും കുറച്ച് പേടിപ്പിക്കാൻ കിട്ടുമെന്നറിയാം. അപ്പം ദേ ആ വെള്ളപ്പൂച്ച കള്ളത്തി ഞാൻ പിടിച്ചു അവളെ ജസ്റ്റ് മിസ് എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അങ്ങനെ മാന്തൊന്നും കിട്ടാതെ ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്ക് ക്യാമറ കൊണ്ട് അണ്ണാക്കിലേക്ക് വന്നു. അല്ലെങ്കിൽ തള്ളരെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച എങ്ങനെയാണ് അണ്ണാക്ക് കയറി വീഡിയോ. അങ്ങനെ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് പോസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് സൂസു വയ്ക്കാൻ വന്നു. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി മുറ്റത്ത് പോയി വെച്ചു. എന്നാൽ കാലിൽ കുറച്ച് സൂസു ആയെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കയറ്റിയില്ല. അവസാനം എന്നെ പിടിച്ച് കയ്യും കാലും എല്ലാം കഴുകി വൃത്തിയാക്കി പീഞ്ഞെടുത്തിട്ട് എൻ്റെ അമ്മ. എന്നിട്ട് അവൾ അലക്കാമല ഉമ്മയും. അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ആൾക്കാരെ കണ്ടിന്. ഇനി ഓരെ നോക്കി കുറയ്ക്കാം. പിന്നെ ബോറടിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ കാലിന് കടിക്കും, ചെരുപ്പെടുത്ത് കട്ടിനടി കൊണ്ടിടും. ഇതൊക്കെയാണ് എൻ്റെ ഹോബി. ഏട്ടനെ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഏട്ടൻ വന്നത്. ഹായ് ഹായ്, ഇതാണിട്ടോ എൻ്റെ ഏട്ടൻ. ഏട്ടൻ എന്ന് സ്കൂൾ വിട്ട് വന്നാലും നേരെ എൻ്റെ അടുത്തേക്ക് വരെ എന്നെ കാണാൻ. ഏട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആരും കാണാണ്ട് അമ്മ വെച്ച ചോറും ചിക്കൻ പാർട്സും കഴിച്ചിട്ട് ഞാൻ നേരെ ഉറങ്ങാൻ പോയി. ഉറങ്ങി നീച്ച ഞാൻ വീണ്ടും മുറ്റത്ത് പോയി നോക്കി ആരെങ്കിലും കിട്ടുമെന്നറിയാം. അപ്പോൾ ഓർത്തത് 2 ദിവസം മുന്നേ ഒരു ഉടുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഓൻ ഏടെ പോയാവോ, കിട്ടീന് വന്നിട്ട് ചാമ്പായിരുന്നു. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്ന് കളിപ്പിക്കാൻ തുടങ്ങി. ഏട്ടൻ ആള് വേണ്ടണം, തരം കിട്ടിയാൽ എന്നെ പിടിച്ചിട്ട് ഉരുട്ടും. അപ്പോഴത്തേക്ക് ഞാൻ വേഗം അമ്മേന്റെ മടി കയറിയിരുന്നു. അമ്മക്ക് വീണ്ടും ഞാൻ പറഞ്ഞ മറ്റേ ബാധ കയറി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി. ഡിന്നറിന് എനിക്കിന്ന് മുട്ടയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാര്യപരിപാടികൾ കടന്നു. ഫുട്ബോൾ എന്നും രാത്രി ഞാൻ ഏട്ടന്മാരോട് ഫുട്ബോൾ കളിക്കും. ഇതെന്റെ 3ാമത്തെ ബോളാണ്. 2 ബോൾ ഞാൻ പൊട്ടിച്ചു. ഞാൻ ബോൾ പൊട്ടിക്കും, അമ്മ ബോൾ വാങ്ങും. ഞാൻ ബോൾ പൊട്ടിക്കും, അമ്മ ബോൾ വാങ്ങും. ഇതെന്നെ പണി. ഇനി ഇത് പൊട്ടിച്ചിട്ട് വേണം അടുത്ത ബോൾ വാങ്ങാൻ. എന്റെ കൂടെ കളിക്കുന്നത് റൊണാൾഡോവും മെസ്സിയാണ് കേട്ടോ. അവരെ തന്നെ വിളിക്കുന്ന പേരാണത്. അങ്ങനെ ബോളൊക്കെ കളിച്ച ക്ഷീണത്തിൽ ഞാൻ ആകെ ടയർഡായി. ഞാൻ നേരെ ഉറങ്ങാൻ പോയി. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഡേ ഇൻ മൈ ലൈഫ്. ബൈ.